നമ്മുടെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം, ആ ശക്തി, ദേവോർജം, അത് നമ്മുടെ വീട്ടിനകത്തേക്ക് വേണം പ്രസരിക്കേണ്ടത്. വാസ്തുശാസ്ത്രപ്രകാരം ബെഡ്റൂമിൻ്റെ പ്രാധാന്യം, ഇപ്പോൾ ബെഡ്റൂം, കിച്ചൺ, ഈ പറയുന്ന ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രാധാന്യം. മാസ്റ്റർ ബെഡ്റൂമിന് വളരെ പ്രാധാന്യമാണ്. കാര്യം ഏതൊരു വീടിൻ്റെയും ഗ്രഹനാഥൻ, അതിൻ്റെ മേലധികാരി, ഉടമസ്ഥൻ എന്നൊക്കെ പറയാം. നമുക്ക് അത് അവർ വസിക്കേണ്ട സ്ഥലം. അപ്പോൾ അവരേതായാലും ഒരു മുതിർന്ന ആളായിരിക്കും, ഒരു കൂടുതൽ കാഠിന്യമുള്ളതായിരിക്കും. അപ്പോൾ നമ്മളെ ഈ ഭൂമിയുടെ ചലനം അനുസരിച്ച് നമുക്കത് തെക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ് ഈ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് ഏറ്റവും അത്യുത്തമം. അതുപോലെ നമുക്ക് ടോയ്ലറ്റുകൾ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. നമ്മളിപ്പം 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ 3ലും അറ്റാച്ച് ആയി. അപ്പോൾ പരമാവധി പ്രധാന ദേവതകളുടെ മർമ്മസ്ഥാനങ്ങളിൽ ഈ ടോയ്ലറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിച്ചൺ അഗ്നികാരകത്വമുള്ളതാണ്. ഈ അഗ്നികാരകത്വമുള്ള കിച്ചൺ അഗ്നി മൂലയെന്ന് പറയേണ്ട, അഗ്നി കണ്ടത്തിൽ വരാം. അഗ്നി മൂലയിൽ തന്നെ വരണമെന്ന് നിർബന്ധമല്ല, എങ്കിൽ വന്നാലും പ്രശ്നമില്ല. എങ്കിൽ നമ്മൾ ഈ അഗ്നിക്ക് വിപരീതമായിട്ടുള്ള ജലം, ആ ടാപ്പ്, വാഷ് ബേസിൻ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആ ഗ്രഹത്തിലെ അമ്മയായിരിക്കും. അവരുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ തന്നെ പൂജാ റൂമിന് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈശാന സ്ഥാനമാണ്. ഈശാനം നമ്മുടെ ശിവസാന്നിധ്യമുള്ള വടക്ക് കിഴക്കേ ഭാഗം. അപ്പോഴവിടെ നമ്മൾ ചോദിക്കും ദർശനം എങ്ങാട്ടാണ്. അപ്പോൾ ദർശനം എപ്പോഴും ഗ്രഹത്തിന് അഭിമുഖമായിട്ടായിരിക്കണം ദേവദർശനം. ഈ ദേവൻ നമ്മുടെ ഗ്രഹത്തെ കാണണം, ഗ്രഹത്തിന് അഭിമുഖമായിരിക്കണം. ആ ഗ്രഹത്തിന് എല്ലാവരും വീട് നിർമ്മിക്കാറുണ്ട്, പക്ഷേ അമ്പലം നിർമ്മിക്കുന്നത് കണക്ക് പൂജാ റൂം നിർമ്മിച്ച് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തെറ്റായിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ വെളിയിലോട്ടാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ദേശവാസികൾക്ക് വേണ്ടി അമ്പലം നിർമ്മിക്കുമ്പോൾ പുറത്തേക്കാണ് അതിൻ്റെ ചൈതന്യം ഒഴുകുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം, ആ ശക്തി, ദേവോർജം, അത് നമ്മുടെ വീട്ടിനകത്തേക്ക് വേണം പ്രസരിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ചില വീടുകളിൽ നിരന്തരമായി ഈ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലരും പറയുന്നതാണ് ഈ പറയുന്ന വാസ്തുശാസ്ത്രപ്രകാരം എന്താ പറയുക, ഈ ബെഡ്റൂം കറക്റ്റ് സാന്നിധ്യത്തിലല്ല, അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ്, മാസ്റ്റർ ബെഡ്റൂം ഇരിക്കുന്ന വാസ്തുപ്രകാരമല്ല. ഇതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ? പ്രസക്തിയുണ്ട്. എലമെൻറ്റുകളുടെ ഇതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തെക്ക് ഭാഗത്ത് ജലാശയം, മലിനങ്ങൾ, ടാങ്കുകൾ, ഈ തെക്ക് പടിഞ്ഞാറ് മൂല, ഇവിടെയൊക്കെ ചില വൃക്ഷങ്ങൾ, ഈ കറിവേപ്പില, അതുപോലെ വേപ്പ്, അങ്ങനെയൊക്കെ ഉള്ള വൃക്ഷങ്ങൾ തൊട്ടരികിൽ വന്നാലും ഈ വൃക്ഷങ്ങളിൽ നിന്ന് എല്ലാം അതിൽ നിന്ന് പ്രവഹിക്കുന്നുണ്ട് എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ നമ്മുടെ വീട്ടിൻ പരിസരത്ത് നമുക്ക് വൃക്ഷങ്ങളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇതിൻ്റെ ഇതാണ്. ഇവിടെ നിന്ന് പ്രവഹിക്കുന്ന ഊർജങ്ങളും ഇതിനെ സ്വാധീനിക്കും, ഒരു പരിധി വരെ സ്വാധീനിക്കും. എല്ലാം അതാണെന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതാ സാർ പറഞ്ഞ ആ കാര്യത്തിന് ഈ പറയുന്ന വാസ്തുശാസ്ത്രം നോക്കാതെ വച്ചൊരു വീട് വളരെ പെട്ടെന്ന് മനുഷ്യജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് വീടുകൾ വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുക. ചിലപ്പോൾ പ്ലാനിങ് പോലെ പോകണമെന്നില്ല. പെട്ടെന്നൊരു വീട് വാങ്ങിക്കുന്ന സമയത്ത് ഒരു വാസ്തു കൺസൾട്ടനെ കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സാന്നിധ്യം ശരിയല്ല, അല്ലെങ്കിൽ കിച്ചൻ്റെ സാന്നിധ്യം ശരിയല്ല, അല്ലെങ്കിൽ പൂജാമുറി ഇരിക്കുന്ന ഭാഗം കറക്റ്റല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ പൊളിച്ച് മാറ്റാതെ എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും? ഈ പൊളിച്ചു മാറ്റുകയെന്ന് വെച്ചാൽ ആസ്ഥാനത്ത് വന്നത് നമുക്ക് ശരീരത്തിനായാലും ഒരു ആസ്ഥാനത്ത് വന്നാലേ ഇവിടെ ഇപ്പം ഒരുപാട് ഇപ്പോൾ സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് കേരളത്തിൻ്റെ മേഖലകളിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ്. നോർത്തിലേക്ക് പൊളിച്ചു മാറ്റാതെ ചെയ്യാമെന്ന്. പക്ഷേ എങ്കിൽ അത് നോർമലി നമ്മളെ മനസ്സിനെ ഒന്ന് തമിപ്പിക്കാനായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടേ ഇതിനെ കാണാൻ പറ്റൂ. കാര്യം ഇത്
ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ടോയ്ലറ്റാണ് അസ്ഥാനത്ത് വന്നതെങ്കിൽ അത് പൊളിച്ച് മാറ്റാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു മുഴയോ ഇതൊക്കെ വന്നാലും റിമൂവ് ചെയ്യണ്ടേ? മാറ്റം ചെയ്താലേ അത് നമുക്ക് പൂർണ്ണമായിട്ടും ശാശ്വതമായ പരിഹാരം ലഭിക്കൂ എന്ന് പറഞ്ഞത് കണക്കാണ്. അസ്ഥാനത്ത് വന്നിട്ടുള്ള സ്തംഭങ്ങൾ, ഭിത്തികൾ, മർമ്മസ്ഥാനത്ത് വന്നിട്ടുള്ളത് നീക്കം ചെയ്യാതെ, നീക്കം ചെയ്തില്ലെങ്കിൽ അതിൽ പിന്നെ എക്സ്റ്റെൻഡ് വർക്ക് പ്രവർത്തനം ചെയ്യേണ്ടി വരും. അത് ആ വീട്ടിൻ്റെ കിടപ്പ് വശം അനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ശരി. ഈ പറയുന്ന വാസ്തുദോഷങ്ങൾക്ക് പൊളിച്ച് മാറ്റുക തന്നെ വേണം എന്നാണ് പറയുന്നത്. ചില പൊളിച്ച് മാറ്റേണ്ടത് പൊളിച്ച് മാറ്റിയേ പറ്റൂ. ശരി. അല്ലാതെ ഇപ്പോൾ അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കുറച്ചൊക്കെ ഇപ്പം നമ്മൾ ഈ ഫെങ്ഷുയി പ്രകാരം കുറച്ച് നമുക്ക് ഗുണപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. പൊളിച്ച് മാറ്റാതെ ചെയ്യുന്നുണ്ട് കുറച്ച് അത് എല്ലാം ഈ ടൂൾസ്, ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് അവർക്ക് കുറച്ച് ഡെവലപ്പിംഗ് ഉണ്ട്. ഫെങ്ഷുയൊക്കെ കുറച്ച് ഞാനും ചില ഭാഗത്തൊക്കെ ഉപദേശിക്കാറുണ്ട് കുറച്ച്. പക്ഷേ അത് നമുക്ക് വിപ്ലവകരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ റേഡിയേഷൻ കൂടുതലുണ്ടാവും. വെൽത്ത് കൂടുതലുണ്ടാക്കുന്നതാണ് എങ്കിൽ പിന്നെ അത് കൂടുതൽ പിന്നെ കൊമേഴ്സ്യലായിട്ടുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് നോക്കുമ്പോഴേ ഇത് ഇന്ത്യ ഉപയോഗം ഉണ്ടോ എന്ന് പറയുന്ന ആ ഇന്ത്യയുടെ മഹത്തരമായിട്ടുള്ള പഴയ ഇന്ത്യയിലുള്ളത് തന്നെ ആയിരുന്നു ഈ ഫെങ്ഷുയും. നേപ്പാളും ചൈനയും ജപ്പാൻ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിലുള്ളതായിരുന്നു. ഇവിടെ നിന്നൊക്കെ കയറ്റി അയക്കപ്പെട്ട കുറച്ച് ശാസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും കൂടിയാണ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. സർ, ഈ പറയുന്ന വാസ്തുശാസ്ത്ര പ്രകാരം ചിലപ്പോൾ കിച്ചൺ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ സൈഡിലാണ് മിക്ക സ്ഥലങ്ങളിലും പൂജാമുറി കാണുക. നമ്മുടെ കേരളത്തിനകത്ത് പൂജാമുറി തികച്ചും വ്യത്യസ്തമായിരിക്കും. കേരളം വിട്ട് നോക്കുന്ന സമയങ്ങളിൽ കിച്ചണോട് ചേർന്ന് പൂജാമുറി, കിച്ചൺ ഹാളിലേക്ക് വരുമ്പോൾ പൂജാമുറി. പക്ഷേ ഇവിടെയല്ലേ സ്ത്രീകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതും പിന്നെ ഈ നോൺ വെജ് കൊണ്ടുപോകുന്നതും, അങ്ങനെ ദോഷങ്ങളും വല്ലതും ഉണ്ടോ? അതിൽ നമ്മൾ പണ്ട് കാലത്തെ ഈ ചരിത്രം നോക്കുമ്പോഴേ 4 തൂണ്, പണ്ട് കാലത്ത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് വാസ്തുവിൻ്റെ കാര്യങ്ങൾ ചരിത്രം പഠിക്കുമ്പം ഈ വൃക്ഷങ്ങളുടെ മുകളിൽ മാടമായിരുന്നു. ഈ മാടം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ 4 തൂണിൽ ഒരു പന്തൽ. ഈ പന്തലിൽ ഒരു മൂലയ്ക്ക് പാചകം ചെയ്യും, ഒരു മൂലയ്ക്ക് കിടക്കും, ഒരു മൂലയ്ക്ക് മറ്റ് കാര്യങ്ങൾ, ഒരു മൂലയ്ക്ക് പൂജ. അത് അന്നത്തെ കാലഘട്ടത്തിൽ, അന്നത്തെ സൗകര്യത്തിൽ അന്നേ പറ്റുള്ളൂ. എങ്കിൽ ഇന്ന് വളരെ ബൃഹത്തായ രീതിയിൽ വീട് നിർമ്മിച്ചിട്ട് പൂജാ റൂമിന് സ്ഥലം ഇല്ലെന്ന് പറയുന്ന വ്യക്തികളുമുണ്ട്. പൂജാ റൂം ചെയ്യുമ്പം അത് ചെയ്യരുത്, ഇന്നിപ്പം ആരും പൂജ ചെയ്യത്തില്ല എന്ന് പറയുന്ന മറ്റുള്ള വ്യക്തികളും ഉണ്ട്. എന്നാൽ ഇപ്പം സാർ പറഞ്ഞില്ലേ, ഒരു പൂജാ റൂം ഒരു ഭാഗത്തുണ്ട്, കിച്ചൺ അടുത്തുണ്ട്. പക്ഷേ ഈ കിച്ചണിൽ നമുക്കിപ്പം ഈ പറയുമല്ലോ പലതരം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഊർജം കൂടുതൽ പ്രവഹിക്കേണ്ടടുത്തേ അത് ചെന്ന് കൊടുത്താൽ നമുക്ക് വിപരീത ഊർജം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് കൂടുതൽ ഊർജങ്ങൾ നമ്മൾ ഈ പൂജാ റൂമിലേക്ക് ചെന്ന് കയറാതിരിക്കാൻ ശ്രമിക്കണം. മനസ്സിലായി. എന്തായാലും ഈ പറയുന്ന വ്യത്യസ്ത രീതിയിലുള്ള പൂജാമുറികൾ കിച്ചനോടനുബന്ധമായി സ്ഥാപിക്കുക, പിന്നെ കിച്ചനകത്ത് തന്നെ പൂജയ്ക്ക് സ്പേസ് ഇടുക, ഇത് പല കേരളം വിട്ടു പോകുന്ന സമയങ്ങളിൽ നിരന്തരം കാണുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിനകത്ത് മാത്രമാണ്. വേറെ നേരത്തെ ഒരു പറഞ്ഞു സാറ് സ്ത്രീകളുടെ കാര്യം പറഞ്ഞില്ലേ? അതെ. ആ സ്ത്രീകൾ ഇപ്പം ഒരു പോയിന്റിൽ പൂജാ റൂമിരിക്കുന്നു, അവിടെ പോയി ആ സ്ഥാനത്ത് അശുദ്ധി ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. മനസ്സിലായി. ഇപ്പം ഞാൻ ഈ കൺസൾട്ടേഷന് പോകുന്ന വീടുകളിലും ഈ സ്ത്രീകളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. ഒരു ഗ്രഹത്തിലെ ഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ തങ്ങുന്നതും അമ്മമാരാണ്. ഒരു വീട്ടിൽ ആദ്യം എണീക്കുന്നത് അമ്മയാണ്, അവസാനം ഉറങ്ങുന്നത് അമ്മയാണ്. ഏറ്റവും കൂടുതൽ നിൽക്കുന്നതും ആ അമ്മയാണ്. ഏറ്റവും കൂടുതൽ ആദ്യം രോഗശൈലിയിലേക്ക് വരുന്നതും ആ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ ഭാഗത്ത് പോക്കൂടാ, ഇത് ഓരോരുത്തർ ഭയപ്പെടുത്തിയിട്ട് ഇത് ഈ ശാസ്ത്രത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിലേക്ക് പോകും. ഇത് അവർക്ക് ഈ ഏതെങ്കിലും രൂപത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചില്ലേ, ആ പോയിന്റിൽ പോയി അശുദ്ധി ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതിയല്ലോ. അതിലേ നടന്നു പോവുകയോ അതിലേ കയറുകയോ ആ വഴി പോകുന്നതിനൊന്നും ഈ പൂജാ റൂമുമായിട്ട് ഒരു തടസ്സവുമില്ല. ഒരു പൂജാ റൂമിൻ്റെ
മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അത് ആ പൂജാ റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ആ സ്ഥാനത്തോ പോയി അതിൻ്റെ പിന്നെ ദ്രവ്യങ്ങളിലും അതിലെ ആ പുടകളിലും അവിടെയൊന്നും സ്പർശനം അശുദ്ധി ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. അതിലൊരു ഭയവും വേണ്ട അമ്മമാർക്കായാലും ആർക്കും. ഇത് സാറ് ചോദിച്ച ചോദ്യം കറക്റ്റായിരുന്നു, കൃത്യമായ കാര്യങ്ങളായിരുന്നു. എല്ലാവർക്കും പേടി വരുന്ന ഭയം വേണ്ട, അതെ ഭയം വേണ്ട. ആ സ്ഥലത്ത് ആ പൂജ നടത്തുന്ന സ്ഥലത്ത് പോയി അശുദ്ധി ഉണ്ടാക്കാതിരുന്നാൽ മതി. കാര്യം നമുക്കൊരു കൊച്ചു വീട്ടിൽ അവിടെ പോകുമ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പൂജാ റൂം വേണ്ടെന്നുള്ളൊരു ഭയം എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പൂജാ റൂം വേണം. പൂജാ റൂം ഇല്ലാതിരുന്നാൽ നമുക്ക് കൂടുതൽ മെൻ്റൽ ആശുപത്രികൾ വർദ്ധിപ്പിക്കേണ്ടിയും വരും, ബെഡുകൾ കൂട്ടേണ്ടിയും വരും. കാര്യം 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ നേരം മെഡിറ്റേഷന് വേണ്ടി നമുക്ക് ഒന്ന് മനസ്സിനെ ഒന്ന് ഏകാഗ്രതമാക്കാൻ പോലും സമയമില്ലെന്ന് പറയുന്ന നെട്ടോട്ടം ഓടുന്നവരാണ് അകാലമായിട്ടുള്ള നമ്മുടെ ജീവിതം തോന്നിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടും പൂജാ റൂം വേണം, വിളക്ക് കത്തിക്കണം. ഏത് ആരാധനയായാലും, പൂജ മാത്രമല്ല ഏത് മതത്തിൽപ്പെട്ടവരായിരിക്കും അവർ മെഡിറ്റേഷന് വേണ്ടിയുള്ള ഒരു സ്ഥാനം നിശ്ചയിക്കുക, അതിന് സമയം നിശ്ചയിക്കുക. അത് ഇന്ന മതക്കാരെന്നൊന്നുമില്ല. വാസ്തുവിൽ ഒരു മതത്തിനെയും പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഒരു മതക്കാർക്ക് മാത്രമുള്ളതുമല്ല. ഞാൻ തിരുവനന്തപുരത്ത് കൂടുതൽ ഞാൻ അട്ടക്കുളങ്ങരയാണ് പിന്നെ പ്രാക്ടീസ് ചെയ്ത ഒരു സമയത്ത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിട്ടുള്ള വ്യക്തികൾ ഈ പറയുന്ന വള്ളക്കടവിലൊക്കെയുള്ള മുസ്ലിം സമുദായത്തിലുള്ളവർ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും കുറ്റിയടിക്കാനും അതുപോലെ സ്ഥാനനിർണ്ണയത്തിനൊക്കെ പോകുമ്പോൾ ഞാനും ഉസ്താദിൻ്റെ കയ്യിലാണ് കുറ്റി ഉപയോഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതും എന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരാണ്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വീടുകൾ ശക്തികുളങ്ങരയൊക്കെ ഏറ്റവും കൂടുതൽ വട്ടം 50 പ്രാവശ്യമൊക്കെയാണ് ഒരു വീട് നോക്കാൻ എന്നെ വിളിച്ചിട്ടുള്ളത്. ഇന്ന് കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തിന് ഈ 50 പ്രാവശ്യം പോയെന്ന്. പക്ഷേ ആ അത്രയും ഡെപ്തുണ്ട്. കാര്യം ഒരു പള്ളിയിൽ മെയിനായിട്ട് അതിൻ്റെ പിന്നെ വാദ്യോപകരണമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരിൽ ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ ഈ ടച്ച് ഉണ്ടായത്. അങ്ങനെ എന്നെ ബന്ധപ്പെടുകയും എന്നെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ആ വീട്ടിൽ പാല് കാച്ച് 2 വട്ടം നടത്തി. ആ പള്ളിയിലെ ആചാര്യനെ കൊണ്ടും നടത്തി. അല്ലാതെ ഈ 2 വട്ടവും നമ്മളെ വിളിച്ച് അതിൻ്റെ പരിഗണനയും അതിൻ്റെ കാര്യങ്ങളും. പക്ഷേ ആ വീട്ടിൻ്റെ വിളക്ക്, അതിൻ്റെ എനർജിക്കൽ, അതിൻ്റെ വുഡിങ്ങും അതിൻ്റെ എനർജി ഭയങ്കര ഒരു എനർജിക്കലാണ്. അപ്പോൾ നമ്മൾ ഈ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിക്കുന്ന വീട് വളരെ മനോഹരമായി തിളങ്ങി ദീർഘമായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും വിജയവും സമ്പത്തും സന്തോഷവും നൽകും. സന്തോഷം, നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.